ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഫിഷ് ഡേ ആണ് കേട്ടോ. ഫിഷ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ട്. മീൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി മീനൊന്നുമില്ല കേട്ടോ, കുറേ അധികം മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നുണ്ടാ, ഇത്രയും മീൻ ഇതിനകത്തുണ്ട്, അതുപോലെ തന്നെ ഇത്രയും മീൻ ഇതിനകത്തുണ്ട്. പിന്നെ ഇത് നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം മുൻപ് നാസിയുടെ നിന്ന് വാങ്ങിച്ചാണ്. ഇത് നന്ദൻ എന്ന് പറയും, നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മളിവിടെ നന്ദൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിനകത്തൂടെ മാറ്റി വെച്ചിരുന്നതാണ്. അത് ഞാനിവിടെ മീൻ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാലും വെള്ളത്തിലിട്ട് മീൻ വയ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ മീനുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഇത് മത്തിയാണ്, കണ്ടില്ലേ അല്ലേ. ഇത് അങ്ങനെ മത്തി, ഇത് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നില്ല, നമ്മുടെ നെയ്മത്തിയാണിത്. അത് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നില്ല, ഇതെല്ലാം കൂടി മിക്സാണ്. ഇതിൽ ചെങ്കലവയുണ്ട്, അതുപോലെ തന്നെ കണ്ണനയില ഇതുണ്ട്, കണ്ണനയിലുണ്ട്, കൊഴുവയുണ്ട്, ഉണ്ട്. അങ്ങനെ ഈ 3 ടൈപ്പ് മീനാണ് നമ്മളിന്ന് മേടിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതുപോലെ വെള്ളം നിറച്ച പാത്രങ്ങളിലാക്കി ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കും. അതാകുമ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെയാണോ മീൻ വാങ്ങിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഞാൻ മീൻ വാങ്ങിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കെപ്പോഴും ഒന്നും പുറത്തു പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ അടുക്കളയിൽ പാചകവും കാര്യങ്ങളും വീഡിയോ എടുപ്പും ഡോറയുടെയും കുഞ്ഞിനെയും കാര്യം നോക്കും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാത്തിനും കൂടെ സമയം പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ള മീനുകൾ ഒന്നിച്ച് ഞാൻ മേടിച്ച് വയ്ക്കും, എങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ആസിയുടെ നിന്നാണ് മീൻ വാങ്ങിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം വില കുറച്ചും കിട്ടും, നല്ല ഫ്രഷ് മീൻ, പച്ച മീൻ, അതായത് ഹാർബറിലെ നല്ല ഫ്രഷ് മീൻ കിട്ടും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ മേടിക്കുന്നത്. ബാക്കിയുള്ള കടകളിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് മീൻ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, മിക്കതും നമുക്കാണെങ്കിൽ കിട്ടുന്നത് ഈ കമ്മീഷൻ കടയിലെ മീനൊക്കെ അറിയാം. അപ്പോൾ നാസിയുടെ നിന്നാകുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഫ്രഷ് മീൻ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവൻ്റെ ഇത് മേടിക്കുന്നത്. പിന്നെ വിലക്കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫിഷ് ഡേ ഇതാണ്. ഇനി ഇതെല്ലാം ഒതുക്കി വെക്കണം. ഇപ്പം മണിയാണെങ്കിൽ ഏകദേശം 11:30 ഇനി ചോറ് വെക്കണം, മീൻകറി വെക്കണം, തോരന് എന്തെങ്കിലും വെക്കണം, പിന്നെ ഡോറയ്ക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കണം, വീഡിയോസ് എടുക്കണം, അങ്ങനെ കുറേ പണികൾ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോകെ കാണാം കേട്ടോ.